ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് സീക്കിംഗ് അഡ്വൈസ് ആണ്. അപ്പോൾ നമുക്ക് അത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നോക്കാം. ഫയലിംഗ് എ കേസ്. ഒരു കേസ് ഫയൽ ചെയ്യൽ. ക്യാൻ യു ടെൽ മീ വാട്ട് ഐ ഷുഡ് ഡു ടു ഫയൽ എ കേസ്? ഒരു കേസ് ഫയൽ ചെയ്യാനായി ഞാൻ എന്തു ചെയ്യണമെന്ന് താങ്കൾ എനിക്ക് പറഞ്ഞു തരുമോ? Could you give me a bit of advice on it? എനിക്ക് അതേക്കുറിച്ച് ഒരു ലഘു ഉപദേശം തരുമോ? Yes, of course, you should discuss all the matter with a leading advocate. അതെ, തീർച്ചയായും താങ്കൾ എല്ലാ കാര്യവും ഒരു വിദഗ്ധ വക്കീലുമായി ചർച്ച ചെയ്യണം. Should I meet Mr. ശിവശങ്കർ or Mr. മധു? ഞാൻ മിസ്റ്റർ ശിവശങ്കറിനെയോ മിസ്റ്റർ മധുവിനെയോ ആണോ കാണേണ്ടത്? He is well experienced. അദ്ദേഹം പരിചയസമ്പന്നനാണ്. Why can't you meet Mr. ശിവശങ്കർ? He is well experienced, no doubt. എന്തുകൊണ്ട് താങ്കൾക്ക് മിസ്റ്റർ ശിവശങ്കറിനെ കണ്ടുകൂടെ? അദ്ദേഹം നല്ല പരിചയസമ്പന്നനാണ്, യാതൊരു സംശയവുമില്ല. He is a high leading advocate in the Honorable High Court. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അദ്ദേഹത്തെ ഒരു ലീഡിംഗ് വക്കീലാണോ? ഓ യെസ്, നോ ഡൗട്ട് അറ്റ് ഓൾ. ഓ അതെ, ഒട്ടും സംശയമില്ല. ഐ നോ ഹിം പേഴ്സണലി ഫോർ മോർ ദാൻ 10 years. എനിക്ക് 10 വർഷത്തിലേറെയായി അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കൈൻഡ് അഡ്വൈസ്. ശരി, താങ്കളുടെ ദയാപൂർവമുള്ള ഉപദേശത്തിനു താങ്കൾക്ക് നന്ദി. അപ്പൊ ഇതാണ് നമ്മൾ നോക്കിയത്. ഫയലിംഗ് എ കേസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ ഗായ്, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനലായ കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ആ നമ്പർ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പം പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ ആർക്കെങ്കിലും ഇംഗ്ലീഷോ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയോ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.